ഉഫ് ദേ ഇരിക്കും നമ്മുടെ സിറ്റിയിലിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സിറ്റിയിൽ ഇപ്പോൾ ഉണ്ടല്ലേ 1458 പേര് ടോട്ടൽ. ഇതിൽ ബോട്ട് 12 ഉണ്ട്. അതിന് 1458 പേര് സെർവർ ലോഞ്ച് ചെയ്ത് ഒരു ഡേ കഴിയുമ്പോഴേക്കും സെർവറിൽ വന്നിട്ടുണ്ട്. അത് എല്ലാവരും കളിക്കുന്ന 400. ഞാൻ പറഞ്ഞു ദേ ഇരിക്കും നമ്മുടെ സിറ്റിയിലിപ്പോൾ ഉഫ് ദേ ഇരിക്കും നമ്മുടെ സിറ്റിയിലിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സിറ്റിയിൽ ഇപ്പോൾ ഉണ്ടല്ലേ 1458 പേര് ടോട്ടൽ. ഇതിൽ ബോട്ട് 12 ഉണ്ട്. അതിന് 1458 പേര് സെർവർ ലോഞ്ച് ചെയ്ത് ഒരു ഡേ കഴിയുമ്പോഴേക്കും സെർവറിൽ വന്നിട്ടുണ്ട്. അത് എല്ലാവരും കളിക്കുന്നവരല്ല, നമ്മൾ സ്ഥിരം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് രാവിലെ എന്താ ഞാൻ ചോദിച്ച സമയത്ത് 135 പേര് ഓൾറെഡി വൈറ്റ് ലിസ്റ്റ് എടുത്ത്, അതായത് വെരിഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കിയ എത്രയെന്ന് അറിയാം. 135 പേര് ഓൾറെഡി സെർവർ വൈറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്. നോക്കിയോട്ടെ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. നോക്കിയിട്ട് പറഞ്ഞുതരാം ഇപ്പം എത്ര പേര് ടോട്ടൽ വൈറ്റ് ലിസ്റ്റായി പറഞ്ഞുതരാം. റേറ്റിംഗ്സ് കോഴ്സ് പാസ്പോർട്ട് 190 പേര്. അത് പാസ്പോർട്ട് കിട്ടിയത്, അത് വൈറ്റ് ലിസ്റ്റ് കിട്ടി സെർവറിൽ മറ്റേ വൈറ്റ് ലിസ്റ്റ് കിട്ടി, വെരിഫൈഡ് ആയത്. വൈറ്റ് ലിസ്റ്റ് കിട്ടി വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ 190 പേര് ഓൾറെഡി സെർവറിൽ വൈറ്റ് ലിസ്റ്റ് എല്ലാം കിട്ടി സെറ്റ് ആയിട്ടുണ്ട്. സോ സെർവർ ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു കിടിലൻ സംഭവ സാമഗ്രികളെല്ലാം ആയിരിക്കും സാധനം ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോഴും അതിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ബ്രാവോ അവരൊക്കെ എല്ലാവരും കുറേ പേരുണ്ട്. നമ്മൾ ഇതിൽ തന്നെ മെയിനായിട്ട് അഡ്മിൻ സൈഡ് അല്ലെങ്കിൽ FRP സൈഡ് എല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് വേറെ ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ഈ ഫെയർ ഡിസിഷൻ എന്നുള്ളത് നമ്മളെ ഈ KV ഗ്യാങ്ങിലുള്ള ആരെങ്കിലും ഒക്കെ അഡ്മിൻ പാനൽ FRPCയിലോ അല്ലെങ്കിൽ വേറെ ഇതിലോ ഈ അഡ്മിൻ സൈറ്റ് ഇതിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ ഇത് വേണ്ട വെച്ചിട്ട് അങ്ങനെ FRP സൈഡിന് വേറെ ടീം വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ റിംബോച്ചിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത്. നമ്മുടെ റിംബോച്ചി ഉണ്ട്. റിംബോച്ചി എന്തായാലും ഇതൊന്നും കളിക്കുന്നില്ല, ഗ്യാങ് ഇതൊന്നും കളിക്കുന്നൊന്നുമില്ല. റിംബോച്ചി അഡ്മിൻ പാനലിൽ വരുന്നുണ്ട്. റിംബോച്ചി ഇപ്പോൾ റീസെൻ്റ്ലി MCRPയിലായിരുന്നു. അവിടുന്ന് വന്നിട്ട് അങ്ങനെ നമ്മുടെ കൂടെ കൂടി അങ്ങനെ ഇവിടെ ഡിസ്കോഡ് നമ്മുടെ എക്സാൻഡി സിറ്റിയിൽ നമ്മുടെ അഡ്മിൻ പാനലിൽ വരുന്നുണ്ട്. അതായത് FRP കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഇതിൽ അവരുമായിട്ട് വരുന്നുണ്ട്. സിറ്റി ഓണർ ആരാ? സിറ്റി ഓണർ അങ്ങനെ ഒരാളായിട്ട് ഓണർ ഒന്നും വെച്ചിരുന്നില്ലടാ. ഇപ്പോൾ മെയിനായിട്ട് ഫണ്ടിങ് ഒക്കെ ചെയ്തുള്ള ഹാഫീസ് പ്രോ ആണ്. ഹാഫീസ് പ്രോ നല്ല കുറേ ഫണ്ടിങ് ഒക്കെ ചെയ്തെന്നാണ് പറഞ്ഞത്. അത് വെച്ചാൽ നല്ല രീതിയിൽ സെർവറിന് വേണ്ടി ഓരോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഫണ്ടിങ് ചെയ്തിട്ടുണ്ട് ഹാഫീസ് പ്രോ ഒക്കെ. ഹാഫീസ് പ്രോ ആണ് ഇതിൻ്റെ ഡിസൈനും. എനിക്ക് ലോഗോ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെർവറിൻ്റെ ലോഗോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സ്ലാൻഡിസ് എന്നുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ സെർവറിൻ്റെ ലോഗോ ചെയ്തത് നൈസായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലോഗോ ബാനർ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. അനലൈസ് ആപ്പ് ഓർമ്മയുണ്ട്. 14 ബൂസ്റ്റ് ലെവൽ 3 അല്ലേ? ലെവൽ 3 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റും. നമുക്ക് സെർവറിൻ്റെ കസ്റ്റം സെർവറിൻ്റെ ലിങ്കൊക്കെ കിട്ടും തോന്നണം. അപ്പോൾ 14 ബൂസ്റ്റൊക്കെ ആയി. കാസ്ട്രോ അഡ്മിൻ ആണോ? എനിക്ക് എന്തൊക്കെ റോൾ ഉണ്ട്. എനിക്ക് എന്തായാലും എല്ലാത്തിലും കയറാനൊക്കെ പറ്റും. അഡ്മിൻ എന്നല്ല, ലൈക്ക് എല്ലാ VCയും കയറാനുള്ള റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, എല്ലാം പീഡിയുടെ സംഭവങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു അറിയാത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അറിയാത്തതല്ല, ഒരു സംഭവം ഇതിലുണ്ട്. നൈസ് ലോഗോ. സെർവറിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? മൊലിനി സെർവറിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാക്കിയിട്ടാണ് ഓരോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ എമൗണ്ട്, നല്ല എമൗണ്ട് ആയിരിക്കാം. 2 ലക്ഷം രൂപ ടോട്ടൽ, 2 ലക്ഷം രൂപയുടെ മുകളിൽ 2,20,000 രൂപ സംതിങ് എന്തോ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ ആസ് ഓഫ് നൗ സെർവറിലുള്ള ഈ സ്ക്രിപ്റ്റും RPയുടെ സ്ക്രിപ്റ്റും പിന്നെ ഓരോ സാധനങ്ങളും റോബറി എല്ലാം ഉണ്ട്. അതായത് ആരോ കൺവേഴ്സ് വെച്ചിരുന്നു മറ്റേ ടീസറിൽ ട്രെയിലറിൽ നമ്മുടെ ഫ്ലീക്ക ഇതൊന്നും കണ്ടില്ലല്ലോ. ഫ്ലീക്ക റോബറി സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ അതൊക്കെ വരാൻ ടൈം എടുക്കുമെന്നുള്ളൂ. എല്ലാ സാധനവും സെറ്റാണ്. അതായത് റോബറിക്ക് വേണ്ടിയുള്ള റോബറി സംഭവം ഫ്ലീക്ക അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ റോബറി സംഭവങ്ങളും സെറ്റാണ്. പിന്നെ ജോബ് സംഭവങ്ങൾ, അതായത് ജോലി ജോബായിട്ട് ചെയ്യാനുള്ള മൈനിങ്, അങ്ങനത്തെ വെറൈറ്റി ഇതുവരെ കാണാത്ത, അതായത് വേറെ ഇതിൽ വേറെ അല്ല നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിലൊന്നും കാണാത്ത രീതിക്കുള്ള പുതിയ സംഭവങ്ങൾ, പുതിയ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്.
റിവ്യൂ ഡി ജി പി അമ്പട ഡി ജി പി പോലീസ് ഹെഡ് പി ഡി ഹെഡ് വേറെ ആളാടാ, വേറെ ആരോ ഉണ്ട്. പിന്നെ നമ്മുടെ ബിജു സാറ് നമ്മുടെ ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഒക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു, നൈസായിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ബിജു സാർ ഒന്ന് ആക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വരാനുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ വായോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ ഇപ്പോൾ എക്സാം എന്തോ ആണ്, അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ട് പറ്റുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജു സാർ തിരിച്ചു വരികയാണെങ്കിൽ വിജു സാർ പി ഡിയിലുണ്ടാവും. പി ഡി ഹെഡ് വേറെ ആരോ ആണ് പി ഡി ഹെഡായിട്ട് വരുന്നത്. സോ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി. ഹൈസൻ ഇതൊക്കെ കളിച്ചവർക്ക് വെയിറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതെ, ഹൈസനൊക്കെ ഇതുണ്ട്, കമൻ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ വരികയാണെങ്കിൽ നൈസായിരിക്കും. എല്ലാവരും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ആർ പി സംഭവങ്ങളും ഗ്യാങ് ആർ പി ഉണ്ട്. ഗ്യാങ് ആർ പിയുടെ കേസ്